കറി റെഡി. ഹലോ, ഞാൻ ഇന്നൊരു സാൽമൺ കറി വയ്ക്കുന്നതാണ്, മീൻ കറി വയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ സാംസ് ക്ലബ്ബിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന മീൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതാണ് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ അതിന് വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇവിടെ കണ്ടിരിക്കുന്നത്. സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത്, ഇത് വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ച് അരിഞ്ഞ് വെച്ചേക്കുകയാണ്, 2-3 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇത് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ്. ആവശ്യമുള്ള ഒരു പാൻ എടുത്തിട്ട് ചൂടാക്കുക. പാത്രം ചൂടായി കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ കടുക് ഇടുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന കേട്ടോ, നന്നായിട്ട് പൊട്ടണം. അത് കഴിയുമ്പോൾ ഈ സവാള സവാള വേണ്ട ചെറുതായിട്ട് കളർ മാറി വന്നു കണ്ടോ. അങ്ങനെ മാറി വരുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, 2-3 പച്ചമുളക്, ഇതെല്ലാം കൂടെ എണ്ണ ഇടുക. ക്ഷമയോടെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കും. ഇത് ഒരുമാതിരി ചുമന്ന് തുടങ്ങി, ഇനിയും വഴറ്റിക്കൊണ്ടിരുന്നാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിവിടെ ഓഫ് ചെയ്യുകയാണ്. ഇത് തോട്ടുപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇതിപ്പം കുതിർന്നിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പുളി ഇറങ്ങാനായിട്ടാണ്. ഒരു 30 സെക്കൻഡ് മതിയാവും. ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ഇടുകയാണ്. ഒരു 3.5 ടേബിൾ സ്പൂൺ കാണും. ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ആ പഴയ ചൂടിലാണ് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്, പിന്നെ ഞാൻ ഓൺ ആക്കുന്നില്ല. അപ്പോൾ ആ ചെറിയ ചൂടിലാണ് ഇതിങ്ങനെ ഫ്രൈ ആകുന്നത്. ഇനി ഇതിനകത്തോട്ട്
ഈ പുളി നമ്മൾ ചൂടാക്കി വെച്ച പുളി ഇതിനകത്ത് കഴിക്കുക. ഒന്ന് വെന്ത് കിട്ടി. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഓൺ ചെയ്യുക. തിളച്ച് വരട്ടെ. അതിൻ്റെ എല്ലാം മുളകെല്ലാം ഇട്ട് ഇത് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. തിളച്ച് വന്നതിന് ശേഷം ഈ മീൻ അധികം വേവില്ലാത്ത വെള്ളമാണ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ തിളയ്ക്കണം. കണ്ടോ, കൂട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മീനെല്ലാം ഇട്ടു. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി. ഇപ്പോഴേ ഇളക്കാൻ പറ്റൂ, കാരണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നേരത്തെ ഇതിനി നല്ലവണ്ണം അടച്ച് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലും ഇട്ട് വേവിക്കണം. ഇച്ചിരി വെള്ളം പോകും. കണ്ടോ, നമ്മുടെ മീൻ കറി അങ്ങനെ റെഡിയായി. കണ്ടില്ലേ, വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് മേളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ കറി നല്ല സുമാറ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു ഡിഷിൽ എടുത്ത് സെർവ് ചെയ്യാൻ റെഡിയായിട്ടുണ്ട്. അമ്മ വെച്ച മീൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരു ചെറിയ പീസ് ട്രൈ. എങ്ങനെയുണ്ടടാ?